ഇന്ന് സോൾഫുൾ സ്റ്റോറീസ് ഇൻസ്പയറിംഗ് യൂത്തിൽ തികച്ചും വേറിട്ട ഒരു വ്യക്തിയെയാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. പലപ്പോഴും ജീവിതം നമ്മളെ പരാജയങ്ങളിലേക്ക് തള്ളിയിടാറുണ്ട്. എന്നാൽ അവിടെ സ്വയം തളരാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ അതിഥി സോജിൻ സ്വന്തം കഴിവിലുള്ള വിശ്വാസം മാത്രം കൈമുതലാക്കി ജീവിതം തിരിച്ചു പിടിച്ച പോരാളിയാണ്. വരയോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ജോലിയിലെ കടുത്ത സമ്മർദ്ദങ്ങൾ, വിരിഞ്ഞുമുറുക്കിയ സാമ്പത്തിക പ്രതിസന്ധികൾ, ഒടുവിൽ ഇതാണ് എന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് വിജയത്തിലേക്ക് കുതിച്ച സോജിൻ ചാപ്പ എന്ന ഒരു സംരംഭം തുടങ്ങി വെക്കുകയുണ്ടായി. നമുക്ക് നേരിട്ട് കേൾക്കാം സോജിനിൽ നിന്ന് തന്നെ. സോജിൻ, വെൽക്കം. ഏയ്, എവിടെയാണ് ചാപ്പ? നമ്മള് എറണാകുളം പാലാരിവട്ടത്താണ്. പാലാരിവട്ടം തമ്മനം റോട്ടിലാണ് ഇപ്പൊ ചാപ്പ ഉള്ളത്. ഓക്കെ. ചെറുപ്പം മുതലേ അതായത് സ്ലേറ്റും പെൻസിലും കയ്യിൽ കിട്ടിയ ഒരു കാലഘട്ടത്തിൽ തന്നെ വരയോടുള്ള താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ അതെ. ഒന്ന് പറയാമോ? ഞാന് എന്റെ ചെറിയച്ഛൻ വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം അച്ഛനും പണ്ട് വരയ്ക്കായിരുന്നു. പിന്നെ അത് ഇല്ലാതായി, വരയോടുള്ള ഇഷ്ടം ഇല്ലാതായതായിരിക്കും. പിന്നെ ചെറിയച്ഛനെ കണ്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരനാണ് എനിക്ക് ഈ വര പഠിപ്പിച്ചു തന്നതും എല്ലാം. പുള്ളിയാണ്. ഞാനപ്പം ആ ഒരു കാലം തൊട്ടേ സ്ലേറ്റിൽ ഇങ്ങനെ വരച്ച് പിന്നെ പേപ്പറിലായി, പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കൽ തുടങ്ങി. പിന്നീട് ഞാനത് പോർട്രേറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് വന്ന് റിയലിസം അങ്ങനത്തെ ഓരോരോ കാറ്റഗറിയിലേക്ക് തിരിഞ്ഞത്. പിന്നീടാണ് ഈ ഒരു ആർട്ട് ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായത്. പിന്നീട് അങ്ങോട്ട് മൊത്തം ഈ ഒരു ആർട്ടിന്റെ ബേസിൽ തന്നെ ആയിരുന്നു ഫുള്ള് വർക്ക് ചെയ്തതും എല്ലാം. ഓക്കെ. വീട്ടിലുള്ളവർ ഒക്കെ വരയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ, അതായത് ഈ പഠനകാലത്ത് സ്കൂൾ കാലഘട്ടത്തിലോ ഒക്കെ ഒരു സഹായം ലഭിച്ചിരുന്നോ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് ടീച്ചേഴ്സിൽ നിന്നോ, പാരന്റ്സിൽ നിന്നോ, ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ, അതോ ഫ്രണ്ട്സിൽ നിന്നോ കിട്ടിയിരുന്നോ? തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഫാമിലി ആണെങ്കിലും ഇപ്പൊ സ്കൂളിലാണെങ്കിലും എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരു കോഴ്സ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചിരുന്നോ ആ ഇല്ല, സമയത്ത്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലും അങ്ങനത്തെ ഓരോന്നിൽ റെഫർ ചെയ്തിട്ട് പഠിക്കും. അല്ലാതെ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ സ്വന്തമായിട്ട് വരച്ച് വരച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോ അതാണോ റീസൺ ആയത്? ഒരു +2 സമയത്ത് സാപ്പ് ഒരു കോഴ്സ് എടുക്കുകയും അതിൽ അനിമേഷൻ ഒരു ഇമ്പോർട്ടന്റ് പ്രോഗ്രാം ആയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം? അതെ, അതിലും വരയ്ക്കുന്ന കുറെ കണ്ടന്റുകൾ ഉണ്ട്. നമ്മൾ വരച്ചിട്ടാണ്, ആനിമേഷൻ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലും വരയ്ക്കുന്ന കുറെ ആവശ്യങ്ങളുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു മേഖല ചൂസ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് +2 കഴിഞ്ഞിട്ടും ആ ഒരു ഫീൽഡ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ VFX ആനിമേഷൻ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുമായിരുന്നു. പിന്നെ ഓക്കെ. അപ്പൊ VFX അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയുണ്ടായോ? ഞാൻ VFX ഡിപ്ലോമ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പിന്നെ VFX ഞാൻ വർക്കിന് കയറി ഡിപ്ലോമ ചെയ്തിട്ട്. ഓക്കെ. ഡിപ്ലോമ ചെയ്തതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പോ അതെ, ആ ഒരു ഫീൽഡിലുള്ള സ്കോപ്പ് എന്താണ്? അത് സിനിമയുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും നമുക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അത്യാവശ്യം സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിലും ഞാൻ ചെന്നൈയിലും കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസ് ആയിട്ടോ വേറൊരാളായിട്ട് കാണാനോ സംസാരിക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. നമുക്ക് ആകെ ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു സിസ്റ്റമായിട്ട് മാത്രം നമ്മൾ ഒതുങ്ങി കൂടണം. അപ്പൊ അതെനിക്ക് പറ്റാതെ ആയി തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പം. വരയ്ക്കുന്നുണ്ട്, അതിലും ഡിജിറ്റലായിട്ടാണ് വരയ്ക്കുന്നതെന്നുള്ളൂ. പക്ഷേങ്കിൽ എന്തോ അതിഷ്ടപ്പെടാതെ ആയി തുടങ്ങി. അങ്ങോട്ട് പേപ്പറിൽ വരയ്ക്കുന്നതും നമ്മൾ ഈ കൈകൊണ്ട് വരയ്ക്കുന്നതിന്റെ ആ ഒരു ഫീല് കിട്ടാതെ ആയി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ചേഞ്ച് ആവാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് ആദ്യമായിട്ട്. അപ്പോ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിരുന്നു? റോട്ടോ ആർട്ടിസ്റ്റ്, മാറ്റ് പെയിന്റ് ആർട്ടിസ്റ്റ് അങ്ങനെ കുറച്ച് മേഖലകളിലൊക്കെ ആ വന്നു. ആദ്യം ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫീൽഡ് പഠിച്ചിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്തത് ഞാൻ റോട്ടോ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിന്ന് പിന്നീട് അവിടെ ഒരു ഞാൻ കൊച്ചിയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. കൊച്ചിയിലൊരു എക്സൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടുന്ന് അവിടുത്തെ സീനിയേഴ്സിനെ കണ്ട് പഠിച്ചാണ് മാറ്റ് പെയിന്റ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. പിന്നീട് അതിന്റെ തന്നെ വേറൊരു വെർഷനാണ്. അപ്പം അതിലേക്ക് മാറി. പിന്നെ അതിലായിരുന്നു കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിലും ഒക്കെ ആയിട്ട് വർക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്.
അപ്പോ ഇതിനൊക്കെ AI-യുടെ കടന്നുകയറ്റം ഈ ഈ ഒരു മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? ഈ ഒരു അനിമേഷൻ, VFX? ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവനായിട്ട് ഇപ്പോൾ ബാധിച്ചിട്ടില്ല. ഭാവിയിൽ അത് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോ ഈ ജോലി ഉപേക്ഷിക്കാൻ കാരണം ഈ ഒരു സാഹചര്യമായിരുന്നോ? അതായത് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, സ്വന്തമായി ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, അതോ ആളുകളുമായി ഒരു ഇന്ററാക്ഷൻ കിട്ടുന്നില്ല ഡയറക്റ്റ് ആയിട്ട്? എന്തായിരുന്നു ജോലി ഉപേക്ഷിച്ച്? രണ്ടും രണ്ടും ഒരു കാരണമാണ്. അതില് ഇപ്പം സിനിമേന്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ അവര് പറയുന്ന രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരെന്താവശ്യപ്പെടുന്നോ അത് മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളതായ ഒരു എന്താ പറയാ, ഒരു ആർട്ടോ ഒന്നും അവിടെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഇത് തന്നെ, ആകെ ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് മുന്നിൽ. വേറെ ഒന്നും ഉണ്ടാവില്ല. അതും ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള റൂം. അങ്ങനെയാണ് ആ ഒരു സ്റ്റുഡിയോന്റെ ഒരു ആംബിയൻസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. എനിക്ക് പക്ഷേ അതുകൊണ്ടൊക്കെ യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോ ഈ ടാറ്റു ആർട്ട് എന്ന മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ടാറ്റു ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു സ്റ്റുഡിയോന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കൊച്ചിയിൽ തന്നെ കുറെ കൊല്ലങ്ങൾക്ക് മുന്നാണ്, ഏകദേശം ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു ടാറ്റു ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു പയ്യൻ അവിടെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ആഗ്രഹം ആദ്യമായിട്ട് വന്നത്. എനിക്കിത് പഠിച്ചാൽ കൊള്ളാം, എനിക്ക് വരയ്ക്കാൻ അറിയാം, അതുകൊണ്ട് എനിക്ക് പഠിച്ചാൽ അത് ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നീടാണ് ഞാൻ ഇതിലേക്ക് തിരിയാണ്ടായത്. പക്ഷെ ആ ഒരു ടൈമിൽ ഇത് പഠിക്കാനുണ്ടായിട്ടുള്ള ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനു വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു. ഫണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് വേണം അത് പഠിച്ചെടുക്കാൻ. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് പിന്നെ ഒരു 4 കൊല്ലത്തോളം എടുത്തു എനിക്ക് ഈ ഒരു ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് ഈ ഒരു ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ടാറ്റു ആർട്ട് പ്രൊഫഷണൽ ലെവലിലായിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ കോഴ്സോ എന്തെങ്കിലും നിലവിലുണ്ടോ? ഉണ്ട് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എറണാകുളത്തും അവൈലബിൾ ആണ്, ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ അവൈലബിൾ ആണ്. എത്ര നാളത്തെ ഒരു കോഴ്സാണ് ശരിക്കും? നമുക്ക് 3 മാസത്തെ കോഴ്സ് ഉണ്ടായാൽ മതി. നമുക്ക് വരയ്ക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷെ നല്ല രീതിക്കുള്ള പ്രാക്ടീസ് വേണം പിന്നീട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ആ പഠന കാലഘട്ടത്തിൽ, കാരണം 4 വർഷം ഇതിനു വേണ്ടി ഒരു കോഴ്സ് ഫീ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അത് കണ്ടുപിടിച്ച ശേഷം ഇതിലേക്ക് വന്നു, ഈ കോഴ്സ് പഠിച്ചെടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചലഞ്ച് എന്താണ് ഇത് പഠിച്ചെടുക്കാൻ? എനിക്ക് ഞാൻ ഒരു 4 കൊല്ലത്തോളം വർക്ക് ചെയ്യായതുകൊണ്ട് കുറേ കാര്യങ്ങൾ, EMI-കൾ, വീട്ടിലേക്കുള്ള ചെറിയൊരു ഫണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, നിർത്തിയിട്ട് പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു വീട്ടിൽ. അത് വേണോ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു, നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷെ എനിക്കിന്റെ ആഗ്രഹം ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പോഴും എനിക്കിവിടെ കൊച്ചിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഡീപ്പിംഗ് ടാറ്റു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ചെലവ്, എനിക്ക് റണ്ണിങ് ആയിട്ടുള്ള കുറച്ച് EMI-കളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെത്, പിന്നെ ഫുഡ് കാര്യങ്ങൾ, അത്യാവശ്യം നല്ലൊരു ചെലവ് കൊച്ചിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവും. അപ്പൊ അത് ഈ പഠിക്കുന്ന സമയത്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് VFX-ന്റെ വർക്ക് എടുത്ത് ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു സീനിയർ ഉണ്ട്, ബാസിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് വർക്കൊക്കെ സെറ്റ് ചെയ്ത് തരിക. പുള്ളിക്കാരൻ എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുത്ത് തരും. ഞാനത് പുള്ളീന്റെ വീട്ടിൽ പോയിരുന്നിട്ട് ചെയ്യും. രാത്രി ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി അവിടെ പോയിരുന്ന് ചെയ്യും. പിന്നീട് ബൈക്ക് ഉണ്ട്, അപ്പം സ്വിഗ്ഗി ഓടാൻ ഇറങ്ങും. അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ജോബുകളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീസ് വീട്ടിൽ നിന്നും കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞാനും കുറച്ച് അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഫീസ് അടച്ചിട്ടുള്ളത്. ഇവിടെ നിൽക്കാനും ബാക്കിയുള്ള ചെലവുകൾക്കൊക്കെ ഞാൻ അങ്ങനെ ഓരോ ജോബൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 3 മാസത്തെ സർട്ടിഫൈഡ് കോഴ്സ് പഠിക്കണമെങ്കിൽ എത്ര മുടക്കേണ്ടി വരും ഒരു വിദ്യാർത്ഥി? അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിരിക്കും. അത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് പഠിക്കുന്ന കോഴ്സും അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ ഒരു വരയ്ക്കാനുള്ള ഒരു ബേസിക് സ്കിൽ ഉണ്ടാവണം ആ ആ, വ്യക്തിക്ക്. അതുണ്ടെങ്കിൽ ബെറ്റർ ആണ്. അതുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഇതിന്റെ ഈ വരയ്ക്കാനുള്ള കഴിവ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഷെയ്ഡ് എന്താണ്, ഷേപ്പ് എന്താണ്, ഈ നമുക്ക് ഈ മിഷൻ യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ ഇതിന്റെ ഡെപ്ത് കാര്യങ്ങൾ, ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അത് ഈ 3 മാസം കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് വരയ്ക്കാൻ അറിയാത്തവർക്കും ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി ടൈം വേണ്ടി വരും ഇവർക്ക് ഇത് പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്ത് ലെവലായി വരാനും. എനിക്കിത് വരയ്ക്കാൻ കുറച്ച് അറിയുന്നതുകൊണ്ട് തന്നെ, ഞാൻ ഇപ്പൊ ചെറുപ്പം തൊട്ടേ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അവർ പറഞ്ഞിരുന്ന ഈസി ആയിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ടാറ്റു ചെയ്യാൻ പറ്റി തുടങ്ങി. ഓക്കെ.
അപ്പോ ഈ ഫ്രീലാൻസിങ് ടൈമിൽ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയുണ്ടായും, പിന്നെ സ്വിഗ്ഗി പോലെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എത്ര നേരം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും ഒരു ഓ, വ്യക്തിക്ക് ഇത് പഠിച്ചെടുക്കാൻ? ഒരു ഇനീഷ്യൽ കാലഘട്ടത്തിൽ എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും? പെർ ഡേ ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഞാൻ ഇതില് ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ക്ലാസ്സിന് പോകും. രാവിലെ ഒരു 10-10:30 ആകുമ്പോഴേക്കാണ് അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ക്ലാസ്സിന് ചെന്ന് ഒരു ഈവനിങ് വരെ ഞാൻ ക്ലാസ്സിൽ ആയിരിക്കും. അവർ പറഞ്ഞു തരുന്നതും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിലായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഞങ്ങളെ പഠിപ്പിച്ച സാറ് കുൽദീപ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ സാറ് ചെയ്യുന്നതും ഒക്കെ കണ്ട് ഇരിക്കുമായിരുന്നു. ജസ്റ്റ് സ്റ്റുഡിയോനകത്ത് കയറിയിട്ട് ഇവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഇവരെ കൈയിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. നമുക്കത് പേപ്പറിലോ അല്ലെ സ്കിൻ പാഡിലാണ് ഇത് വരച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ വരയ്ക്കുന്ന പോലെ അല്ല കയ്യിലോ അല്ലെ ബോഡിയിൽ ചെയ്യുമ്പോൾ. അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് നമ്മൾ ശരിക്കും ഇത് കണ്ട് പഠിക്കുന്നത് ഒന്നുകൂടി ഈസി ആയിരിക്കും. കണ്ട് ഇത് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര ഡെപ്തിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്നുകൂടി കണ്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിത് ഒരു 6-7 മണി വരെയൊക്കെ സാറിൻ്റെ അതൊക്കെ നോക്കിയിരിക്കാറുണ്ട്. സാറിന് വർക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ അത് നോക്കിയിരുന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പൊ ഈ കസ്റ്റമറായിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഇവര് ഈ ഒരു ടൈമിൽ ഇതാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിന്നീട് ഞാൻ ഈ പാർട്ട് ടൈം ജോബും കാര്യങ്ങളും ഫ്രീലാൻസ് ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാണ് സ്വന്തമായ ഒരു സ്റ്റുഡിയോയിലേക്ക്, അതായത് ചാപ്പയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ വർക്കിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ വർക്കിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെയും കുറെ കാലം ഞാൻ വർക്ക് ചെയ്തു. പിന്നീടാണ് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫ്രീലാൻസ് പോലെ തന്നെ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റൂവിന്റെ തന്നെ സ്റ്റുഡിയോ. പെട്ടെന്നൊരു സ്റ്റുഡിയോ തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നല്ലൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വീടെടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ വീട്ടിൽ തന്നെ റൂം ഇതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തു. കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ഒരു റൂം മാത്രം ഇതിന് വേണ്ടിയിട്ട് സെറ്റാക്കി അതിൽ മറ്റേ ടേബിളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടായിരുന്നു ഞാനൊരു 6-7 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് കൂട്ടി വെച്ചിട്ടാണ് ഈ സ്റ്റുഡിയോയിലേക്ക് കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്തത്. പിന്നീട് ഫാമിലി നല്ലപോലെ സഹായിച്ചു. അമ്മേന്റെ അനിയത്തിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. പുള്ളിക്കാരിയാണ് ബാക്കിയെല്ലാം. ഞാൻ ചെറിയൊരു എമൗണ്ട് മാത്രമേ എനിക്ക് ഒരു 6-7 മാസം കൊണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാ എമൗണ്ടും കാര്യങ്ങളും പുള്ളിക്കാരിയാണ് തന്നത്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്. എനിക്കൊരു പാർട്ണറും കൂടി ഉണ്ട്. അബി എന്നാണ് പേര്. പുള്ളിക്കാരപ്പോ ഇവിടെ ഇല്ല. Okay. അദ്ദേഹവും ഈ ഒരു ഫീൽഡിലുള്ള വ്യക്തിയാണോ? അതെ അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2025 ജനുവരിയിൽ താങ്കൾ ഒരു വിഷൻ സെറ്റ് ചെയ്യുകയും ആ ഒരു സമയത്ത് ഉണ്ടായ കുറെ ഇമോഷണൽ ഫീലിങ്സും പങ്കുവെക്കുകയുണ്ടായി. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ 2025 ജനുവരി അല്ല, 24 ഡിസംബർ ലാസ്റ്റ് ഡേ ആണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ള. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ന്യൂ ഇയറിന്റെ അന്ന്, സത്യം പറഞ്ഞാൽ ന്യൂ ഇയറിന്റെ അന്ന് 2024 ന്യൂ ഇയറിന്റെ അന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ പോലും സത്യം പറഞ്ഞ പൈസ ഇല്ല. ഒരു ചായ വാങ്ങി കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫോർട്ട് കൊച്ചി പോയി ഞങ്ങൾ ഇങ്ങനെ ആ കടലിന്റെ തീരത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അന്നെടുത്തൊരു തീരുമാനമാണ് ഇന്നിപ്പം ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത്. അന്ന് ഞങ്ങള് ഒരു തീരുമാനം എടുത്തു. എന്തായാലും 2025 കഴിയുന്നതിന് മുന്നേ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കും. 2026 ന്യൂ ഇയർ നമ്മൾ ഇതുപോലെ അല്ല ആഘോഷിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2026 ആവാൻ പോവാണ്. നമ്മള് സ്റ്റുഡിയോ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അന്നെടുത്ത ആ തീരുമാനം കൊണ്ട് അതിനുവേണ്ടി ഞാൻ നല്ലപോലെ എഫേർട്ട് ഇട്ട് അന്ന് തൊട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ട്. സ്റ്റുഡിയോന് വേണ്ടിയിട്ടുള്ള റൂം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ആ ഒരു ഡേ തൊട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഏകദേശം ഒരു 4 മാസം കൊണ്ട് മൊത്തം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കാലെടുത്ത് വെച്ചു. അതെ. അപ്പൊ 2026 അല്ല 25 ഡിസംബറിൽ തന്നെ പറഞ്ഞ രീതിയിൽ ഒരു നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ പാലാരിവട്ടത്ത് ചാപ്പ എന്ന പേരിൽ സെറ്റപ്പ് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചു. അതെ. ഇപ്പൊ തോന്നുന്ന ആ ഫീലിംഗ് എന്താണ്? എന്താ പറയാ, സന്തോഷം. നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോ നല്ലൊരു ലൈഫ് ഉണ്ടായി തുടങ്ങുന്നു. ഇതിനുവേണ്ടി ഫുള്ള് ഏതളവിൽ വരെ കഷ്ടപ്പെട്ടു? നല്ല രീതിക്ക് ഉറക്കമില്ലാതെ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക്, ഇപ്പൊ ഈ ഒരു സ്റ്റുഡിയോന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, സ്റ്റുഡിയോ റൂം എടുത്തതിന് ശേഷം
റൂം റെന്റലും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുത്തതിന് ശേഷം ഇതിന്റെ വർക്കിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസത്തോളം നമ്മൾ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 മണി പുലർച്ചയ്ക്ക് 3 മണിക്കാണ് റിട്ടേൺ കയറുന്നത്. കാരണം ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റാക്കി പിന്നെ റിട്ടേൺ റൂമിലേക്ക് എത്തുന്നത് ഒരു പുലർച്ചെ ഒരു 3 മണി 4 മണിയൊക്കെ ആവും. പിന്നീട് വീണ്ടും സെയിം റിപ്പീറ്റ് അതേപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മാത്രമല്ല, എനിക്കിവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 8 കൊല്ലത്തോളമായി കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലീനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാനത് നോക്കേണ്ട ആവശ്യം വരാറില്ല. അവരെല്ലാവരും വന്നിട്ട് അത് ഒരു 10 മിനിറ്റ് കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ട് അവർ പോകും. അങ്ങനെയായിരുന്നു, കട്ട സപ്പോർട്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ. ഓക്കെ, അവരോടൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയാ? വളരെയധികം നന്ദിയുണ്ട്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മള് ഇങ്ങനെ ഇവര് വരുന്നതൊന്നും പ്രതീക്ഷിക്കില്ല. നമ്മളിത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവർ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവർക്കും വർക്ക് ഉണ്ട്. ഇവരും കൊച്ചിയിലുള്ള ആരുമില്ല. കൊച്ചിയിലുള്ള ആകെ 1-2 ഫ്രണ്ട്സേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോബിനായിട്ട് വന്ന ആൾക്കാരാണ്. ഇവരെ ജോബ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മറന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ ടാറ്റു എന്ന് പറയുന്നത്. യുവതലമുറയുടെ ഒരു ഹരമാണ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാമോ? പണ്ട് അതായത് പണ്ട് ഇത് വലിയൊരു ഇതിലില്ലായിരുന്നു. അതായത് ഇപ്പൊ അധികം ആരും ചെയ്യുന്നില്ലായിരുന്നു. ചെയ്താൽ തന്നെ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാൻസർ വരും, മറ്റത് വരും, മറിച്ച് വരും എന്ന് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതങ്ങനെയല്ല. ഇപ്പൊ നല്ല രീതിക്ക് മാറി തുടങ്ങി. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. നല്ലൊരു ട്രെൻഡ് ആയിട്ട് തന്നെ മാറുന്നുണ്ട്. പുറത്തുനിന്ന് ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും പുറത്താണുള്ളത്. ഇന്ത്യന്റെ പുറത്താണുള്ളത്. അവിടെ ഉള്ള ഈ ട്രെൻഡ് കണ്ടിട്ടാണ് ഇവിടെ വന്നിട്ട് നമുക്ക് കൂടുതലും ചെയ്യുന്നത്. എനിക്കുള്ള ഓൾമോസ്റ്റ് മൊത്തം കസ്റ്റമേഴ്സും അങ്ങനെയാണ്. എനിക്ക് പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയിലാണെങ്കിലും ഇപ്പൊ ഒരു പച്ച കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ്. പക്ഷെ ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. സംഭവം ഏകദേശം ഒരേപോലെ തന്നെ ഉള്ള പരിപാടിയാണ്. ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും അറിയില്ല. എന്റെ നാട്ടിലുള്ള കാര്യം പറഞ്ഞത്, ഞാൻ ശരിക്കും മലപ്പുറമാണ്, കുറച്ച് ഉള്ളിക്കാണ്. അപ്പം അവിടെ ഇവർക്ക് ഈ ഒരു ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പലർക്കും അറിയാറില്ല. ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും, ഞാൻ ഈ ഫീൽഡിൽ ആയതുകൊണ്ടാണ് പറയാൻ പാടില്ല, എന്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇത് എന്താണ് എന്നുള്ളത്. ആ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. ഞാൻ നാട്ടിൽ ചെന്നാലും ഇവർ ഭയങ്കര ഇതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചോദിക്കും. അവർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. ഭാവിയിൽ നാട്ടിൽ ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി മാത്രം കേട്ടോ. ഗ്രേറ്റ്. ഒരു പല ടൈപ്പ് ഓഫ് ഡ്രോയിങ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടാറ്റുവിൽ തന്നെ. ട്രൈബൽ, ജോമെട്രിക്, റിയലിസം, അല്ലെങ്കിൽ മണ്ഡല ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഡ്രോയിങ് ഉണ്ടല്ലോ. ഇതില് ഏതാണ് ആളുകൾ കൂടുതൽ ചോദിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം ചെയ്ത് ഫലിപ്പിക്കാൻ? എളുപ്പമൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 4 hour മൊത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആവും ഒരു പോകുമ്പോഴേക്ക്. അപ്പം നല്ല രീതിക്ക് ഒരു 6-7 മണിക്കൂറിന്റെ പ്രോസസ്സാണത്. കുറച്ച് ഏരിയ വരച്ചെടുക്കണമെങ്കിൽ തന്നെ നമ്മൾ പേപ്പറിൽ വരയ്ക്കണ പോലെ അല്ല. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ മണ്ടാല അങ്ങനത്തെ ആർട്ടുകളിലാണ് കൂടുതലും എനിക്ക് താല്പര്യമുള്ളത്. കുറെ ആൾക്കാർക്കും ഈ റിയലിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ജോമെട്രിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ലൈൻ വർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. നമ്മളിതിൽ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള വർക്കും നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ. അപ്പൊ ഒരു ഡിസൈൻ ബുക്കോ ആൽബമോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണോ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്, അതോ അവർ തന്നെ ഒരു ഐഡിയ ആയിട്ടാണോ വരിക? അല്ല, നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ കൂടുതൽ അവർക്കൊരു ഐഡിയ ഉണ്ടാവും. അത് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ഡിജിറ്റലി ആണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഐപാഡ് യൂസ് ചെയ്തിട്ടാണ് വരച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ അവർക്ക് ആവശ്യമുള്ള കുറച്ച് റെഫറൻസ് മാത്രം നമ്മൾ ഗൂഗിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ബാക്കി നമ്മൾ വരച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത്. ചില കസ്റ്റമേഴ്സിന് ഒരു ഡിസൈനും ഉണ്ടാവില്ല. അപ്പോൾ ചേട്ടന്റെ ഇഷ്ടത്തിന് ചെയ്തു പറഞ്ഞിട്ട് വിട്ടുതരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ ഡിസൈൻസ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അത് വർക്ക് ചെയ്യാറുണ്ട്. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഏത് ഏജിലുള്ള കുട്ടിയെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ യൂത്തിനെയാണ്? ശരിക്കും 18 വയസ്സായവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ളൊരു ഏജ് അതാണ്. 17 വയസ്സായും 16 വയസ്സായും കുട്ടികൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ പാരന്റ്സിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം. അവർ പാരന്റ്സ് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം. പാരന്റ്സ് ഇവിടെ വന്ന് പറയണം ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, കൺസേൺ ലെറ്ററിൽ അവർ പാരന്റ്സ് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കേസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 18 വയസ്സാവണം.
ശരിക്കും ഇതിന് വേറെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉള്ളതായിട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഇനി ഉണ്ടോന്ന് അറിയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ ചില ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. അത് കെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവുന്ന സ്റ്റേജുകൾ കണ്ടിട്ടുണ്ട്. ഇൻഫെക്ഷൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു നമ്മളിപ്പം അലർജി ആണ്. നമ്മളിപ്പോ ഇത് ജസ്റ്റ് ഒരു ഇതിപ്പോ നീഡിൽ വെച്ചിട്ട് മുറിവാക്കിയിട്ട് അതിനകത്ത് ഇങ്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് ശരിക്കും ഒരു മുറിവ് കെയർ ചെയ്യുന്ന പോലെ തന്നെ കെയർ ചെയ്യണം. അപ്പൊ അങ്ങനെ കെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും. ജസ്റ്റ് ഒരു മുറിവ് ഇൻഫെക്ഷൻ ആവുന്ന പോലെ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ടാറ്റു കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം വരെ അത് കെയർ ചെയ്യണം? അത് ഓരോ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എൻ്റെ ഒരു കേസ് ഞാൻ ചെയ്തിട്ടുള്ള ടാറ്റൂവിൽ പറയുമ്പോൾ ഏകദേശം ഒരു 20 ദിവസത്തോളം എടുത്തിട്ടുണ്ട് എനിക്ക് ടോട്ടലി ഒന്ന് ഹീലായി വരാൻ വേണ്ടിയിട്ട്. ഒരു 1 വീക്ക് തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് എടുക്കും സമയം. അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിരിക്കും. എങ്ങനെ പോലെ ഒരു 1 to 2 വീക്കിനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹീലായി കാണാറുണ്ട്. സാധാരണ ഒരു ചെറിയൊരു ആങ്കർ, ഒരു നങ്കൂരം ഒരു പിക്ചർ ആണ് വരയ്ക്കുന്നതെങ്കിൽ, ടാറ്റു ചെയ്യുന്നതെങ്കിൽ എത്ര നേരം വരെ എടുക്കും? അത് കറക്റ്റ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പൊ അതിൽ കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്കിത് സ്പീഡിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ ക്ലയന്റിന് അങ്ങനെ ഇരുന്ന് തരാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് കുറച്ച് പെയിൻ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം ഈ പെയിൻ വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം. അപ്പം ബ്രേക്ക് എടുത്ത് സ്ലോലി നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറെ അധികം സമയം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള സാധനമാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഓ, ഓക്കെ. അപ്പോ ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു അതെ. ദിവസത്തെ വ്യക്തികളെ എങ്ങനെയാണ് അപ്പൊ മാത്രമല്ല കൊടുക്കുക? ഡിസൈനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ അധികം ഡീറ്റെയിൽസ് ഉള്ള വർക്കാണെന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കും അതിന്. ഡീറ്റെയിൽ കുറവുള്ള ലൈൻ വർക്ക് പോലത്തെ അങ്ങനത്തെ ഡീറ്റെയിൽ കുറവുള്ള വർക്കുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. ഇതിനൊരു അതെ. ഫിക്സഡ് റേറ്റ് അല്ലേ അപ്പൊ പറയുക? അല്ല. നമ്മൾ സൈസ് ഡിസൈന് ഇതൊക്കെ നോക്കിയിട്ടാണ് റേറ്റും കാര്യങ്ങളും വരിക. ഇപ്പം എൻ്റെ കൈ കുറച്ച് ചെറിയ കൈയാണ്. അപ്പം അതിൽ വരുന്ന സൈസും ഇപ്പൊ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാൾക്ക് വരുന്ന സൈസും രണ്ടായിരിക്കും. അപ്പോൾ ഒരേ ഡിസൈൻ ആണെങ്കിലും പ്രൈസിൽ വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ ഒരു ദിവസം എത്ര അപ്പോയിന്റ്മെന്റ് വരെ കൊടുക്കാൻ സാധിക്കും? ചെറിയ വർക്കുകളാണെങ്കിൽ ഒരു 3-4 വരെയൊക്കെ കൊടുക്കാം. വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ എടുക്കാറുള്ളൂ. കാരണം ഞാനും ടയേർഡ് ആവും പോയി വരച്ചെടുക്കുമ്പോഴേക്ക്. അതാണ് ഇതിലെ വേറൊരു പ്രശ്നം അല്ലെ? അതെ. ധാരാളം പേഷ്യൻസും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ട ഒരു ജോലിയാണിത്. അതെ, നമ്മളിപ്പോ ഒരു 6-7 മണിക്കൂറോളം ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കണ്ടേ. അപ്പൊ ഒരേ മൈൻഡ് സെറ്റിൽ ഇരിക്കണം. അപ്പോഴേ ആ ഒരു ക്വാളിറ്റി മൊത്തത്തിൽ അതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റാറുണ്ടോ? സാറ്റിസ്ഫൈഡ് ആവാറുണ്ടോ? അതെ. അതായത് ഇത്രയും മണിക്കൂറുകൾ ഇങ്ങനെ ഒരേ സംഭവത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കുമോ നിങ്ങൾ ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ക്ലയന്റിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്കും അതിൽ നഷ്ടം വരാൻ പാടില്ലല്ലോ. നല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിക്കുള്ള ഫീസ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നേരം എടുത്ത് ചെയ്ത ഓർഗൻ എന്താണ്? അതായത് ദിവസങ്ങളോളം ചെയ്യേണ്ടി വന്നിട്ടുള്ള അങ്ങനെ വർക്കുകൾ ഉണ്ടോ? അത് ഞാൻ പറയണ ഫുൾ ബാക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ദിവസത്തോളം എടുക്കും. അപ്പം അതേപോലെ തന്നെ ഒരു ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ എങ്ങനെ പോലും എടുക്കും. അത് ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരു ഫുൾ ബാക്ക്? ചെയ്തിട്ടുണ്ട്. അപ്പോ അവർക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ദിവസവും വന്ന് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഫസ്റ്റ് ഡേ ചെയ്യണ പെയിൻ ആയിരിക്കില്ല സെക്കൻഡ് ഡേ ചെയ്യുമ്പോൾ പെയിൻ ഒന്നുകൂടി കൂടും. പക്ഷെ ഇത് ഇവര് സഹിച്ച് ഇവിടെ ഒരു 3-4 ദിവസം ഇവിടെ വരുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് അബ്രോഡ് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ അവര് ഇവിടെ വന്ന് ഇവിടെ റൂം എടുത്ത് നിന്നിട്ടാണ് നമ്മളടുത്ത് ഈ വർക്കിന് വന്നിട്ടുള്ളത്. അടുത്ത ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നോക്കി കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു സംരംഭകൻ എന്ന നിലയിലും സുജിൻ സ്വയം എവിടെയാണ് കാണുന്നത്? ഇതിനുള്ള ഒരു പോസിബിലിറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് സെറ്റ് ആവാൻ പറ്റും. ഇനിയിപ്പോ വരുന്നൊരു തലമുറയ്ക്കാണെങ്കിലും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വരുമാനവും കാര്യങ്ങളും ഉണ്ടാക്കി ഒരു സ്വയം തൊഴിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഇവിടെ ഞാന് പുറത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 5 കൊല്ലത്തിനുള്ളിലൊക്കെ ചിലപ്പോ ഇവിടെ കാണില്ല, പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയാൻ പാടില്ല. ട്രെൻഡിനനുസരിച്ച് നമ്മുടെ സ്കില്ല് കണ്ടെത്തി മുന്നോട്ട് പോയത് കൊണ്ട് സോജിന്റെ വിജയം യുവതലമുറയ്ക്ക് ഒരു വലിയൊരു പാഠമായി തന്നെയാണ് ഞാൻ കാണുന്നത്.
കാരണം 2025 കുറേ സങ്കടങ്ങളോടെ 24 ഡിസംബറിൽ കുറേ സങ്കടങ്ങളോടെ മുന്നോട്ട് പോയിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ഈ ഒരു സന്തോഷത്തിന്റെ വാക്കുകളിലേക്ക് എത്തിച്ച പ്രകൃതിയോ യൂണിവേഴ്സ് ആരായിക്കോട്ടെ, എന്താണ് അതിലൂടെ കിട്ടിയ ഒരു അറിവും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശവും എന്താണ്? നമ്മള് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പരിപാടിയും വിജയിക്കും, അത്രേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഞാന് അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുറെ ആൾക്കാർ ആട്ടുതുപ്പൊക്കെ കേട്ടിട്ടാണ് ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഒരു റിസൾട്ട് ആയിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് അധികം എഫേർട്ട് ഇടാതെ തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോ സോജിന് തന്നെ അറിയാം, സോജിന്റെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിലേക്ക് വളരാൻ സാധിച്ചത്. ഇതുപോലെ ഒരു അവസാന ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് നൽകാനുള്ള ഒരു പ്രചോദനം എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക എഫേർട്ട് ഇടുക, നല്ല രീതിക്ക് ആ ഒരു ആഗ്രഹത്തിന്റെ പുറകെ പോവുക. അല്ലാതെ വേറെ ആൾ പറയാണ് ഇപ്പം ഡിഗ്രിക്ക് പോവാ അല്ലെങ്കിൽ മറ്റേ ജോബിന് പോവാ മറിച്ചേ ജോബിന് പോകാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, നമ്മളെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ട് ജീവിക്കുക. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. ഞാനിപ്പോ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറകെയാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ചാൽ അതെല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോ എന്താഗ്രഹിച്ചാലും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം കൊണ്ട് ഒന്നും നടക്കില്ല. അതിനുവേണ്ടി നല്ലപോലെ എഫേർട്ട് ഇടണം, എന്നാ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും കിട്ടും. പ്രതിസന്ധികളിൽ തളരാതെ സ്വന്തം പാഷനെ മാത്രം മുറുകി പിടിച്ചാൽ ശൂന്യതയിൽ നിന്ന് പോലും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് സോജിന് നമുക്ക് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. അതിൽ എത്ര എഫേർട്ട് ഇടുന്നോ അത്രയും വേഗം സക്സസിലേക്ക് എത്താമെന്നും സോജിൻ പറഞ്ഞു വെക്കുന്നു. സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചാപ്പ ഒരു വഴികാട്ടിയാകട്ടെ. താങ്ക് യു സോജിൻ ഫോർ ബീങ് വിത്ത് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു.